ഹായ് ഓൾ. ഇന്ന് മോർണിംഗ് നമുക്ക് നല്ല ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ വന്ന് നോക്കിയപ്പം ദോശമാവൊക്കെ നല്ല പൊങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് അല്ലേ? കാരണം എന്താ വെച്ചാൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓക്കെ ആയി എന്ന് നമുക്കൊരു ചിന്ത വരും. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദോശേൻ്റെ കൂടെ ചട്നിയാണ്. അപ്പോൾ അതിലേക്കുള്ള നാളികേരമൊക്കെ ഞാൻ ചിരവി എടുക്കുകയാണ്. ഈ വെള്ള ചട്നിയാണ് ഉണ്ടാക്കുന്നത്, അതായത് പച്ചമുളക് ഇട്ടിട്ട്. വറ്റൽമുളക് ഇട്ടിട്ടും ഇവിടെ ചട്നി ഉണ്ടാക്കും കേട്ടോ. ഇന്ന് ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണ്. അപ്പോൾ പച്ചമുളക് ഇട്ടിട്ട് ചട്നി ഉണ്ടാക്കുമ്പോൾ എന്താ, നാളികേരം കുറച്ചിടുക, 2 പച്ചമുളക് ഇടുക, 4 ചെറിയുള്ളി ഇടുക, ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരയ്ക്കുക. അത്ര നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കാറില്ല, പക്ഷെ കുറച്ച് അത്ര പേസ്റ്റ് ആവാത്ത രീതിയിൽ അരയ്ക്കുക. എൻ്റെ മോൾ ആദ്യം ചട്നി കഴിക്കില്ലായിരുന്നേ. അപ്പം ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ, സവാള വഴറ്റിയിട്ട് അങ്ങനെ ചമ്മന്തിയാക്കും. അതാ മോള് കഴിക്കാറ്. ഇപ്പം മോള് ചെറുതായിട്ട് ചട്നിയൊക്കെ കഴിച്ചു തുടങ്ങി. അപ്പം അതുകൊണ്ട് അതൊരു സമാധാനം. അപ്പോൾ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അരച്ചു. ആ മിക്സി ഏതാണെന്നറിയോ? സുജാത മിക്സിയാണേ. സുജാത മിക്സി വളരെ നല്ല മിക്സി കേട്ടോ. ഞാനിപ്പോൾ ഒരു 4 വർഷമായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് യാതൊരു പ്രശ്നവുമില്ല. നമുക്ക് അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അരയ്ക്കാം. ഇപ്പം ഞാൻ വെച്ചാൽ ഇപ്പം മല്ലിയൊന്നും പുറത്തുനിന്ന് അങ്ങനെ പൊടിപ്പിക്കാറില്ല. കാരണം 1 കിലോ മല്ലിയൊക്കെ നമ്മൾ പുറത്തുനിന്നൊക്കെ പൊടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് കഴിയാൻ കുറച്ച് നാളെടുക്കുമല്ലോ. അതിൻ്റെ ഒപ്പം തന്നെ അത് എൻ്റെ മണമൊക്കെ പോണ പോലെ തോന്നും. അപ്പം ഞാൻ കുറച്ചെടുത്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് ഒരാഴ്ചക്കൊക്കെ ഉള്ളത് പൊടിച്ച് വെക്കുകയാണ് ചെയ്യുക. പിന്നെ വറുത്തരച്ച് വെക്കണേലൊക്കെ ഞാൻ മുഴുവനത്തോടെ മല്ലി ഇടുക ചെയ്യുക കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞു. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കുറച്ച് കടുക് ഇടുക, കുറച്ച് വറ്റൽമുളക് ഇടുക, എന്നിട്ട് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ നാളികേരം ഇതിലിടുക. അത്രയേ ഉള്ളൂ, ചട്നിയായി. പിന്നെ നമ്മുടെ ദോശ വളരെ കോൺഫിഡൻസ് തരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ എനിക്ക്. കാരണം ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് ഫ്രിഡ്ജിൽ ദോശമാവ് ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് രക്ഷപ്പെടുക എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട്. അപ്പോൾ ഞാൻ നല്ല നെയ്യൊക്കെ ഇട്ടിട്ട് നല്ല നേരിയ ക്രിസ്പി ദോശ ഉണ്ടാക്കി, അതിൻ്റെ കൂടെ ചട്നി. മോൾ 1-2 ഒക്കെയോ കഴിക്കുള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു ചായയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ എന്താ ചെയ്യുക, മോൾ കുടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് മോൾക്ക് നല്ല ചായയും നല്ല ദോശയും ചട്നിയൊക്കെ ആയി. നിങ്ങൾക്ക് എന്തായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? കമൻറ്റ് ബിലോ.